കുറച്ചും കൂടി ചേർത്ത് വിടി, എന്നാലേ മഴ നനയാതിരിക്കും. കഷ്ടം, ലൈറ്റിന് കുട പിടിക്കുന്നു. എവിടെ നിന്ന് കിട്ടി ഈ സംബന്ധം? അയ്യോ, ഈ കാട്ടുപോത്തിനൊക്കെ ആരാ ആഹാരം കൊടുക്കുന്നത്? 1 2 3 ഓക്കെ. എന്റെ ഇല്ലേ എവിടുന്ന് ആഹാരം കൊടുക്കാനൊന്നും. ഡേ വല്ല നടക്കുന്നു. എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. എടേ, നീ നിനക്കൊരു പണി പറഞ്ഞിട്ടുണ്ട്, നീ ആ പണി നോക്കിയാൽ മതി. അതില്ലാത്തോണ്ടല്ലേ ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്തോ ഇല്ലെന്ന്. അരിയില്ല, ഉപ്പില്ല, മുളകില്ല, പഞ്ചസാരയില്ല, ഒന്നുമില്ല. ആ പടെ ഒരു 10 കിലോ ഉപ്പ് മേടിച്ച് തന്നിട്ട് 3 നാരങ്ങ തന്നിട്ടുണ്ട്. 35 രൂപ. നാശം. ഷേർലി, നീ ഒന്നും കൂറ്റണ്ട. 1 2 3 ഓക്കെ. 1 2 3 ஓகே. എന്താ സൽവ ഇത്? இந்த மாதிரி பண்ணலாங்க. ரீடேக் ரொம்ப ரிஸ்க், நமக்கு ரீடேக் ரொம்ப ரிஸ்க். நல்லா சொல்லி கொடுங்க. நல்ல டிஷும் இந்த மாதிரி இருக்கணும். இடி இந்த பீட்டர் ஹெய்னக்கு இல்லையா, அவரை മനസ്സിലേക്ക് കൊണ്ടുപോകെ. നല്ല പഞ്ചായിരിക്കണം, ലാലേട്ട மாதிரி இருக்கணும். ഡേ, അടുത്ത ആക്ഷൻ ഹീറോ നീയാണ്. നല്ലത് ചെയ്യ്. എടാ, കുറച്ച് നമുക്ക് കുറച്ച് ഇതൊക്കെ വേണം, ധൈര്യം വേണം, കിടിലോട് ചെയ്യണം കേട്ടോ. செல்வா, நல்லா சொல்லி கொடு. நல்ல ஓர பஞ்சா இருக்கணும். டிஷும் இந்த மாதிரி பஞ்சா இருக்கணும். தெரியுமா? பண்ணலாம் சார். பண்ணலாம். டேய், வில்லன் எங்கே? வில்லன் எங்கே? எனக்கு சீக்கிரம் வில்லன் எங்க வரணும்? வில்லനെ കൂപ്പിട. അല്ല, നിങ്ങളിപ്പോ ഏത് ഭാഷയാ പറയണത്? തമിഴ് അല്ലേ? തമിഴല്ലേ? മലയാളം പോലും നല്ല പോലെ പറയാൻ അറിയാത്ത ആളാ നിങ്ങൾ. എന്തിനാ വെറുതെ ആവശ്യമില്ല പണിയെടുത്താൽ പോലെ? ഡേയ്, നീ വില്ലനെ വിളിക്കാൻ നോക്ക്. സെൽവ, നല്ല കറക്റ്റാ ചെയ്യണം. ഞാൻ മോണിറ്ററിന്റെ അടുത്തുണ്ടാവും. നല്ല ചെയ്യും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്റ്റണ്ട് പഠിപ്പിക്കാൻ സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതിന്റെ അടുത്ത് തിരിഞ്ഞു കളിക്കുന്നത്? ഈ സിനിമയുടെ മെയിൻ ഡയറക്ടർ ഞാനാണ്. അപ്പോൾ സംഗീതത്തിലും സ്റ്റണ്ടിലും നൃത്തത്തിലും എല്ലായിടത്തും എന്റെ കൈ ഉണ്ടാവും. മനസ്സിലായ? നീ നിന്റെ ആദ്യമൊക്കെ മതി. നീ വില്ലനെ വിളിക്കാൻ നോക്കും. വില്ലൻ വരും, വില്ലൻ വന്നോടുക്കും കേട്ടോ. വില്ലൻ വന്നു. എടാ, ഒരാൾ പറഞ്ഞ ഒരു വാക്കായിരിക്കണം. ഒരു വാക്ക് വേണം. നിങ്ങൾ അങ്ങനെ പറയരുത്. ഇത് മൊയ്തീനാണ്. മൊയ്തീന് വാക്കാണ് ഏറ്റവും വലിയ സത്യം. അതാണ് ഒരു പേടി. ഒരൊറ്റ മിനിറ്റ്, ഒരു കോള്. ഹലോ, ആ മാമ, ഞാൻ തിരുവനന്തപുരത്താണ് മാമ. മാമൻ തിരുവനന്തപുരത്തുണ്ടോ? എന്തിനു വന്ന്? ആ സുലേഖൻ്റെ മോൻ്റെ സുന്നത്തിന് അല്ലേ? മാമൻ അയ്യോ മാമൻ ഷൂട്ടിങ് കാണാൻ പറയാൻ പറ്റുന്നില്ല മാമ. ഇത് കുറേ ദൂരത്താണ്, തിരുവനന്തപുരത്ത്. ട്രാവൻകൂർ സ്റ്റുഡിയോയിൽ. മാമനറിയോ? അയ്യോ മാമ, ഇത് ഇങ്ങോട്ട് വന്നാൽ നടക്കൂല. ഞങ്ങൾ ഇത് ഉച്ചയ്ക്ക് പാക്കപ്പായി പോകും. പാക്കപ്പ് മാമ വരുന്നോ? കട്ടാക്കല്ലേ? വലിയൊരു വില്ലൻ വരുന്നുണ്ട് ഇവിടെ. എന്റെ മാമൻ. ഓ, മാമൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. ആള് മഹാ വെറുപ്പിക്കലാണ്. സ്വന്തം മാമൻ ഇങ്ങൊന്നും പറയാണ്ടിരിക്കും. പുള്ളിക്ക് ഷൂട്ടിംഗ് കാണാൻ ഒരു ആഗ്രഹമല്ലേ? കണ്ടിട്ട് പോട്ടാനെന്താ? എന്റെ പൊന്നു സാറേ, നിങ്ങൾക്ക് അയാളെ പറ്റി അറിയില്ല. അയാളെ പറ്റി ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ നഞ്ചിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കൊഞ്ചൊന്നും കേട്ടിട്ടുണ്ട്. കൊഞ്ചിന്നല്ല, ഈ നഞ്ചി എന്ന് പറഞ്ഞാല് അതൊരു വിഷാണ്. അതെ, ഒരു 10,000 ആളൊക്കെ കൊല്ലാൻ ഒരു തുള്ളിയായിട്ട് ഇട്ടിച്ചാൽ മതി. അമ്മാതിരി വിഷ. നിന്റെ മാമ വന്ന് ഷൂട്ടിംഗ് കാണുന്നോണ്ട് നിനക്ക് ഒന്നും വരാനില്ല. പാവങ്ങളാണ്. മൊയ്തീന്റെ കാര്യം മനസ്സിലാക്കണം. കുടുംബ ബന്ധങ്ങളുടെ വിലയെ നിനക്ക് പിന്നെ മനസ്സിലാവും കേട്ടോ. കുടുംബ ബന്ധങ്ങളുടെ വില പിന്നെ മനസ്സിലാവും. വില്ലൻ വരണം, വന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് വരുത്തും. ഷേർലി, കുടുംബ ബന്ധത്തിന്റെ വില മാമൻ വന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ, എന്നാ വേഗം നോക്കിക്കോ.